പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചേളാരിയിൽ നടന്ന ഒരു ദാരുണമായൊരു അപകടത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കണ്ടോ, ഒരു ബസ്സിൻ്റെ ഒരു ഫ്രണ്ട് നോക്കൂ നിങ്ങൾ, ആകെ ഇടിച്ച് തകർന്ന്, അതേമാതിരി അതാ മുന്നിൽ കിടക്കുന്ന ഒരു ബസ്സിൻ്റെ ബാക്ക് ഭാഗം പരിപൂർണമായിട്ടും തകർന്ന നിലയിലാണ്. അത്രയും വലിയൊരു ഇടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് കേട്ടോ. ഈ ഇടിയിൽ ഈ കാണുന്ന ബസ്സിലെ ഡ്രൈവറുടെ 2 കാലുകളും നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. അത്രയൊരു ദാരുണമായൊരു സംഭവമാണ് ഇവിടെ നടന്നത്. അതായത് കർണാടകയിൽ നിന്ന് ശബരിമലയിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി നമ്മുടെ ഈ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനം ഈ സർവീസ് റോഡിലിട്ട അമ്പിൽ പെട്ടെന്ന് ചവിട്ടുകയും ഈ മുന്നേ പോയ ഈ കാണുന്ന ബസ് ചവിട്ടുകയും അതിന് തൊട്ട് പിറകിലായി വന്നിരുന്ന ഈ വാഹനം അതേപോലെ ബ്രേക്ക് ചവിട്ടിയപ്പോൾ അവർക്ക് നിർത്താൻ കഴിഞ്ഞില്ല. നിർത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ മുന്നിൽ പോയിരുന്ന വാഹനത്തിന് മുകളിൽ ശക്തമായി ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ ആ ബസ്സിൻ്റെ ഫ്രണ്ട് പരിപൂർണമായിട്ട് ഉള്ളിലേക്ക് പളുങ്ങുകയും അങ്ങനെ ആ ഡ്രൈവറുടെ കാല് അതിനിടയിൽ കുടുങ്ങുകയും അദ്ദേഹത്തിൻ്റെ 2 കാലുകളും പരിപൂർണമായിട്ട് എല്ലൊക്കെ പൊടിഞ്ഞു പോയി. അത്രയും വലിയൊരു ആഘാതമാണ് ആ ഇടിയിലുണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കാലും ഒരുപക്ഷെ തിരിച്ച് കിട്ടാൻ പറ്റാത്ത രൂപത്തിൽ എല്ലൊക്കെ പൊടിഞ്ഞു എന്നാണ് അവിടെ കാഴ്ചക്കാർ പറഞ്ഞത് കേട്ടോ. ഇത് പുലർച്ചെ 5:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് 19/1/2026 5:30 മണിക്ക്. 5:30 മണിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നല്ലതുപോലെ ഉറക്കം വരുന്ന ടൈമാണ്. പിന്നെ തന്നെയല്ല, ഇവർ സ്വാമിമാരാണ്, ഇവർ മലയിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ ആ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ ഈ ഡ്രൈവർമാരുടെ ഉറക്കമൊക്കെ ശരിയായ രൂപത്തിൽ ഇതൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഇടയിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ പുലർച്ചെ സമയത്തൊക്കെ എല്ലാ ആളുകൾക്കും അറിയാം, ഡ്രൈവിങ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്നൊരു സമയമാണ് ഈ രാവിലെ എന്നുള്ളത്. രാവിലെ 5:30 മണിക്കാണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. എന്തായാലും എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ റോഡുകളൊക്കെ നന്നാവും തോറും നമുക്ക് സ്പീഡൊക്കെ കൂട്ടാം. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ പരിപൂർണമായിട്ട് ബോധവാന്മാരായിരിക്കുക എന്നുള്ള ഡ്രൈവർമാരുടെ ഏറ്റവും വലിയൊരു കടമ കേട്ടോ. ഇതിപ്പോൾ പാവം ഡ്രൈവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം വരുന്നതാണെങ്കിൽ ഈ ഡ്രൈവറുടെ കയ്യിലാണ് ഇതിൽ എല്ലാ ആളുകളുടെയും ജീവിതം. എല്ലാ ജീവനും അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ അങ്ങനെ വേറെ ആർക്കൊന്നും സംഭവിക്കാതിരുന്നത് ഒരു മഹാഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു വിശ്വാസമാണല്ല യാത്രയായാലും എന്തും. പക്ഷേ ഇങ്ങനെ ദാരുണമായൊരു സംഭവം നടന്നു എന്ന് നിങ്ങളെന്ന് അറിയിക്കുന്നു. ഓക്കെ.